നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ഇക്കഡോറാണ്. നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:30 ഈ ഒരു മത്സരം നടക്കുക. ബ്രസീലിൽ വെച്ചുകൊണ്ടാണ് മത്സരം അരങ്ങേറുക. സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്ന ടീമാണ് ഇക്കഡോർ. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു മത്സരത്തിൽ ബ്രസീലിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം നാളെ ബ്രസീലിൻ്റെ മധ്യനിരയിൽ ബ്രൂണോ ഗുയിമറസ് സ്റ്റാർട്ട് ചെയ്തേക്കും. അദ്ദേഹത്തോടൊപ്പം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ ലുക്കാസ് പക്കേറ്റയും ഉണ്ടാകും. ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ ആൻഡ്രയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഏതായാലും എന്തൊക്കെയാണ് ബ്രസീലിൻ്റെ മധ്യനിരയുടെ പ്ലാനുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ ഈ ഒരു മിഡ്ഫീൽഡിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ബ്രൂണോ ഗുയിമറസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരുപാട് മൂവ്മെൻറ്റുകൾ ഉള്ള ഒരു മിഡ്ഫീൽഡിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പൊസിഷനുകളിൽ തളച്ചിടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഞങ്ങൾ പരസ്പരം റൊട്ടേറ്റ് ചെയ്യും. ഞങ്ങൾ 3 പേരും റൊട്ടേറ്റ് ചെയ്യുന്നതിലൂടെ എതിരാളികൾക്ക് ഞങ്ങളെ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അറ്റാക്കിങ്ങിൽ ഞാനായിരിക്കും കൂടുതൽ പങ്കെടുക്കുക. ബോക്സിലേക്ക് കയറാനുള്ള ഒരു ഫ്രീഡവും എനിക്കുണ്ട്. ഒരു മികച്ച മത്സരം കളിക്കാൻ കഴിയുമെന്നും 3 പോയിന്റുകൾ നേടാൻ കഴിയുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഈ നഗരത്തിൽ വിജയം സ്വന്തമാക്കേണ്ടതുണ്ട്. ഇതാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ ബ്രൂണോ ഗുയിമറസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സമീപകാലത്ത് മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ 4 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം ഒരു വിജയം മാത്രമാണ് ബ്രസീലിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ മോശം പ്രകടനത്തിന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് ബ്രസീലിൻ്റെ മധ്യനിരക്ക് തന്നെയാണ്. നെയ്മർ ജൂനിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്രിയേറ്റീവായ മുന്നേറ്റങ്ങൾ ഒന്നും തന്നെ മധ്യനിരയിൽ നിന്നും വരുന്നില്ല എന്നാണ് ആരോപണങ്ങൾ. ആ ഒരു ഉത്തരവാദിത്തങ്ങൾ പ്രധാനമായും ഇപ്പോൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ബ്രൂണോ ഗുയിമറസിലും അതുപോലെ തന്നെ ലുക്കാസ് പക്കേറ്റയിലുമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു കാണാം.